ദളിതൻ ഭാഗം 5. രാത്രിയായി. കുഞ്ഞുണ്ണിക്ക് പനി വന്നു. അടിയുടെ ചൂട്, മനസ്സിന്റെ ചൂട്. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചില്ല. ആർക്കും ഒരു വിശപ്പുമില്ല. 4 പേരും കൂടി. കുഞ്ഞുണ്ണി പനിയിൽ പിടഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പ ദൈവമുണ്ടോ? രാഘവൻ മകനെ നെറ്റിയിൽ തൊട്ടു. ഉണ്ട് മോനെ. എങ്കിൽ എന്താ എന്നെ ശിക്ഷിച്ചത്? ഞാൻ തൊഴുതതിന്റെ പേരിൽ. രാഘവൻ മറുപടി പറഞ്ഞില്ല. കാരണം അവനും ഉത്തരം അറിയില്ല. ദേവയ്ക്ക് പറഞ്ഞു, മോനെ, നീ തെറ്റുകാരനല്ല, നമ്മുടെ ജാതിയെ തെറ്റ്. ആ വാക്ക് കേട്ട് കുഞ്ഞുണ്ണി കണ്ണു തുറന്നു. അവന്റെ കണ്ണിൽ കണ്ണുനീരില്ല, ഒരു തീ ഉണ്ടായിരുന്നു. അമ്മേ, ഞാൻ മരിക്കില്ല, ഞാൻ പഠിക്കും. അവർ അടിക്കും, ഞാൻ എണീക്കും. കല്യാണി ചേട്ടനെ കൈപിടിച്ച്, ഞാനും കൂടെ ഉണ്ട് ചേട്ടാ. പുറത്ത് കാറ്റ്, അകത്ത് 4 പേർ. ഒരാൾ കള്ളൻ, പക്ഷെ കള്ളനല്ല. 2 പേർ സാക്ഷി, പക്ഷെ സാക്ഷ്യം പറയാൻ പറ്റാത്തവൾ. ഒരാൾ അനിയത്തി, പക്ഷെ പേടിയില്ലാത്തവൾ. പനി തെല്ല് ശമിച്ചു, പക്ഷെ ശരീരത്തിൽ അടിയോടെ പാടുണ്ട്. കുഞ്ഞുണ്ണി എണീറ്റു. സ്കൂൾ ബാഗ് എടുത്തു. ചെളി പറ്റിയ പുസ്തകങ്ങൾ തുടച്ചു. മോനെ, പോണ്ട. ദേവി കരഞ്ഞു. അവർ കൊല്ലും. അമ്മേ, കുഞ്ഞുണ്ണി ഉറപ്പിച്ചു. ഞാൻ പോകും, പഠിക്കും. അവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. രാഘവൻ ഒന്നും പറഞ്ഞില്ല. മകന്റെ തോളിൽ കൈവച്ചു. ശ്രദ്ധിച്ചോ മോനെ? കല്യാൺ ചേട്ടന്റെ കൂടെ നടന്നു. ഞാനും വരാ ചേട്ടാ. വേണ്ട കുട്ടി, നീ വീട്ടിൽ നിൽക്ക്. അവൻ ഇറങ്ങി. മരയ്ക്കൽ പറമ്പിന്റെ വഴി ഇരുവശവും വാഴയും മരവും. വഴിയുടെ നടുക്ക് ഒരാൾ, കയ്യിലൊരു കട്ടിയുള്ള വടി. കാര്യസ്ഥൻ ഗോപാലൻ. നിൽക്കടാ. കുഞ്ഞുണ്ണി നിന്നു. പേടിച്ചില്ല. എന്താ ചേട്ടാ? പഠിപ്പ് നിർത്തടാ, ഗോപാലൻ പറഞ്ഞു. ഇനി സ്കൂളിൽ പോകണ്ട, പോയാൽ കാലൊടിക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി തല ഉയർത്തി. ഇന്നലെ വരെ കരഞ്ഞ കുട്ടിയല്ല ഇവൻ. എന്ത്? അവൻ കണ്ണു തുറച്ചു. ഞാൻ നിർത്തില്ല, കുഞ്ഞുണ്ണി ഒന്നുകൂടി പറഞ്ഞു. ഭണ്ഡാരം മോഷ്ടിച്ചത് ഞാനല്ല, അത് താങ്കളാണെന്ന് എനിക്കറിയാം. ഗോപാലൻ ഞെട്ടി, വടി ഉയർത്തി. എടാ, എന്താ പറയുന്നത്? അതെ, താങ്കളാണ്. കാരണം താങ്കൾക്ക് കടമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി കേട്ടു തമ്പുരാനോട് താങ്കൾ പൈസ ചോദിക്കുന്നത്. അത് നുണയായിരുന്നു. പക്ഷെ കുഞ്ഞുണ്ണിയുടെ കണ്ണ് നുണ പറഞ്ഞില്ല. ഗോപാലൻ ഒന്ന് പേടിച്ചു, പിന്നെ ദേഷ്യപ്പെട്ടു. നീയോ? ഒരു കോള്ളിക്കാരൻ എന്നെ ചോദ്യം ചെയ്യുവാണോ? ചെയ്യും. കുഞ്ഞുണ്ണി ഒരു പടി മുന്നോട്ട് വെച്ചു. ഞാൻ വെറുതെ വിടില്ല. ഞാൻ പഠിക്കും, വലുതാകും. അന്ന് നിങ്ങളുടെ കള്ളം ഞാൻ നാട്ടിൽ പറയും. ഒരു ദളിത് കുട്ടി ഒരു കാര്യസ്ഥനെ വെല്ലുവിളിച്ചു. ഗോപാലിന്റെ മുഖം കറുത്തു, കണ്ണിൽ പ്രതികാരം കത്തി. ശരി മോനെ, നീ തന്നെയെ ഇപ്പോൾ നിന്റെ ശവപ്പൊഴി തോണ്ടിയത്. അന്ന് ഉച്ചയ്ക്ക് തന്നെ ഗോപാലൻ മനക്കിലെ. തമ്പുരാനെ, അവൻ നിലത്ത് വീണ് കരഞ്ഞു. ആ ഫോളിക്കാരൻ പയ്യൻ എന്നെ തെറി പറഞ്ഞു. നിങ്ങളെ തെറി പറഞ്ഞു. അവൻ പറഞ്ഞു ഭണ്ഡാര കാര്യസ്ഥനെ മോഷ്ടിച്ചതെന്ന്. തമ്പുരാൻ ചാടി എണീറ്റു. എന്തു ധൈര്യം ഒരു പട്ടിക്ക്! ഇത്ര ധൈര്യമോ? അതെ തമ്പുരാനെ, ഇവനെ വളരാൻ സമ്മതിച്ചാൽ നാട് മുഴുവൻ കലങ്ങും. ഇവനെ നാട് കടത്തണം, ഭ്രഷ്ട് കൽപ്പിക്കണം. ഭ്രഷ്ട്? തമ്പുരാനെ ആലോചിച്ചു. അതെ, ആരും അവരോട് സംസാരിക്കാൻ പാടില്ല. ആരും അവർക്ക് ജോലി കൊടുക്കാൻ പാടില്ല. ആരും അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല. അവർ ഇവിടെ നിന്ന് പോകണം. തമ്പുരാൻ തലയാട്ടി. ശരി, ഇന്ന് തന്നെ നാട്ടുകൂട്ടം കൂട്. വൈകുന്നേരം മരക്കിലെ മുറ്റം. നാട്ടിലെ പ്രധാനികൾ എല്ലാം കൂടി. തമ്പുരാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കോളനി 47, രാഘവൻ, ദേവകി, കുഞ്ഞുണ്ണി, കല്യാണി. ഇവർക്ക് ഇന്നു മുതൽ ഭ്രഷ്ട്. കോളനി മുഴുവൻ കേട്ടു. എന്താണ് ഭ്രഷ്ട്? ആരും അവരുടെ വീട്ടിൽ കയറില്ല. ആരും അവർക്ക് ജോലി തരില്ല. ആരും അവരോട് സംസാരിക്കില്ല. കടയിൽ നിന്ന് സാധനം കിട്ടില്ല. കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല. അവർ അസ്പൃശ്യരുടെ അസ്പൃശ്യർ ആയി. ഗോപാലൻ ചിരിച്ചുകൊണ്ട് വന്നു. കുഞ്ഞുണ്ണിയുടെ മുന്നിൽ നിന്നു. കേട്ടോ മോനെ, നീ പഠിക്കുമോ? നീ വെല്ലുവിളിക്കുമോ? ഇനി നീയും നിന്റെ കുടുംബവും പട്ടിണി കിടന്ന് ചാവും. രാഘവന് ജോലി പോയി. ഇനി നീ എന്റെ പറമ്പിൽ കയറണ്ട എന്ന് തമ്പുരാൻ പറഞ്ഞു. ദേവകിക്ക് കടയിൽ നിന്ന് അരി കിട്ടിയില്ല. നിങ്ങൾക്ക് തരില്ല, ഭ്രഷ്ടാണ്. കിണറ്റിൽ പോയപ്പോൾ 2 പേർ വടിയുമായി നിന്നു. പോയടാ, അരിയില്ല, വെള്ളമില്ല, ജോലി. കല്യാണി വിശപ്പ് കൊണ്ട് കഴിഞ്ഞു. അമ്മേ, വിശക്കുന്നു. ദേവിക്ക് മകളെ ചേർത്ത് പിടിച്ചു. ക്ഷമിക്കു കുട്ടി. കുഞ്ഞുണ്ണി മുറ്റത്തിരുന്നു. അവന്റെ കണ്ണ് ചുവന്നിരുന്നു, പക്ഷേ കരഞ്ഞില്ല. രാഘവൻ മകന്റെ അടുത്ത് വന്നിരുന്നു. മോനെ, നീ ചെയ്യുന്നത് ശരിയായിരുന്നു. പേടിക്കണ്ട അപ്പ, കുഞ്ഞുണ്ണി പറഞ്ഞു. അവർ വിചാരിക്കുന്നത് ഞാൻ പേടിച്ച് ഒളിക്കുമെന്ന്. ഞാൻ ഒളിക്കില്ല, ഞാൻ പഠിക്കും. ഇവിടെ ഇരുന്ന് തന്നെ. എങ്ങനെ മോനെ? പുസ്തകം പോലും ഇല്ല. പുസ്തകം എന്റെ തലയിലുണ്ടപ്പ. അവൻ തലയിൽ ചൂണ്ടി. രാത്രി, ഭ്രഷ്ടിന്റെ 1 രാത്രി. 4 പേരും വിശന്നു കിടന്നു. കുഞ്ഞുണ്ണി എണീറ്റു. മണ്ണിൽ ഒരു വര വരച്ചു. അപ്പ, അമ്മ, കല്യാണി, ഇങ്ങോട്ട് വരൂ. 3 പേരും വന്നു. കുഞ്ഞുണ്ണി ആ വരയിൽ കൈവച്ചു. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഭ്രഷ്ട് കൽപ്പിച്ചവർക്ക് മുന്നിൽ ഞാൻ തോൽക്കില്ല. ഞാൻ പഠിക്കും, ഞാൻ ജയിക്കും. ഒരു ദിവസം ഞാൻ ഈ നാടിന്റെ നിയമം മാറ്റും. കുഞ്ഞുണ്ണി ആ വരയിൽ കൈവച്ചു. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.
എന്നെ ഭ്രഷ്ട് കൽപ്പിച്ചവർക്ക് മുന്നിൽ ഞാൻ തോൽക്കില്ല. ഞാൻ പഠിക്കും, ഞാൻ ജയിക്കും. ഒരു ദിവസം ഞാൻ ഈ നാടിന്റെ നിയമം മാറ്റും. രാഘവൻ മകന്റെ കൈ പിടിച്ചു. ഞാനും കൂടെയുണ്ട് മോനെ. ദേവകി കരഞ്ഞു കൊണ്ട് പറഞ്ഞു. എന്റെ ദൈവമേ, എന്റെ മകന് ശക്തി താ. കല്യാണി ചേട്ടന്റെ കയ്യിൽ മുഖം ചേർത്തു. ഞാനും പ്രതിജ്ഞ ചെയ്തു ചേട്ടാ. പുറത്ത് നിലാവ്, അകത്ത് 4 പേർ. നാട് മുഴുവൻ അവരെ തള്ളി. പക്ഷേ അവർ 4 പേർ ഒരുമിച്ചു. ഗോപാലൻ ജനാലയിലൂടെ നോക്കി ചിരിച്ചു. പട്ടിണി കിടന്ന് ചാവും. അവൻ അറിയില്ലായിരുന്നു, വിശപ്പൊരു ദളിതുകുട്ടിയെ കൊല്ലില്ല, അവനെ മനുഷ്യനാക്കും. ശരി മോനെ, ഇനി നാടുവിടലാണ്. ഭ്രഷ്ട് കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞതുപോലെ തന്നെ കണ്ണീരും പ്രതീക്ഷയും കൂടി. ഭ്രഷ്ട് കൽപ്പിച്ച് 1 മാസം കഴിഞ്ഞു. 1 മാസം 30 ദിവസം, ഒരു നേരം ചോറ്, 2 നേരം കഞ്ഞി, ചില ദിവസം വെള്ളം മാത്രം. സ്കൂളിൽ നിന്ന് ഒരു കത്ത് വന്നു. ടീച്ചർ ശാരദ ടീച്ചർ തന്നെയാണ് കൊണ്ടുവന്നത്. കള്ളമായി. ഉണ്ണി, ഇനി നീ ഇവിടെ വരണ്ട. ടീച്ചർ കരഞ്ഞു. മാനേജ്മെന്റിന്റെ തീരുമാനം. നാട്ടുകാർ സമ്മതം ചെലുത്തി. നിന്നെ എന്നേക്കും പുറത്താക്കി. കുഞ്ഞുണ്ണി ആ കത്ത് വാങ്ങി. ഒന്നും പറഞ്ഞില്ല. ടീച്ചറുടെ കാൽ തൊട്ടു. നന്ദി ടീച്ചറെ. ടീച്ചർ ഓടിപ്പോയി. അന്ന് രാത്രി കുഞ്ഞുണ്ണി ഉറങ്ങിയില്ല. അവന്റെ സ്കൂൾ ബാഗ്, അവന്റെ പുസ്തകം, അവന്റെ 1-ാം റാങ്ക് ചീട്ട് എല്ലാം ഒരു ചാക്കിൽ കൂട്ടി. അപ്പാ, അവൻ പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. രാഘവൻ തലയാട്ടി. ശരി മോനെ, നമുക്ക് പോകാം.